വൈറ്റ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രേസിനെ സ്കൂളിൽ LKG UKG ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ്. ഹലോ, എങ്ങോട്ട് പോണേ? ആ വാ പോ, വേനടക്ക് നോക്കട്ടെ നടക്ക്. അപ്പൊ ഇന്ന് ഡാഡി രാവിലെ ചക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടാ. നല്ല പഴുത്ത ചക്ക, ചെറിയ മധുരമുള്ള നല്ല സൂപ്പർ ചക്ക. നമ്മുടെ വീട്ടിലത്തെ തന്നെ ചക്കയാണ് കേട്ടാ. നല്ല അടിപൊളി ചക്ക. വേണോ? ഹെൽത്തി ആണ്, നാച്ചുറൽ ഫ്രൂട്ട് ആണ്. നല്ല ഈ എന്താ പറയാ, ഓടയാത്ത ചക്കയാണ് കേട്ടോ. നല്ല സൂപ്പർ ചക്ക. അത് തന്നെ. എനിക്ക് വേണ്ട സാധനം നിർബന്ധിക്കുന്നില്ല. അതിന്റെ ഉള്ളിൽ കുരുണ്ട്, അതിങ്ങനെ കളഞ്ഞോളൂ. സെറ്റാക്കി കൊടുത്തയച്ചാണ്. വെറുതെ തിന്നാ മതി. ഇനി നിങ്ങളവിടെ ഈ സമയത്ത് ചക്ക കിട്ടാൻ ചക്ക കഴിഞ്ഞു അല്ലേ? എല്ലാം തീർന്നു തുടങ്ങി, എന്നാലും ഉണ്ട്. അപ്പോൾ ദേ ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ ഉച്ചയൂണിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോവയ്ക്കുപ്പേരിയും അതുപോലെ തന്നെ വെണ്ടക്കായേൻ്റെ ഒരു മോരുകറി, തേങ്ങയൊന്നും അരയ്ക്കാണ്ടുള്ള മോരുകറി. അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചെറിയുള്ളിനെയും വെളുത്തുള്ളിനെയും ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ദേ വെളുത്തുള്ളിയും ചെറിയുള്ളിനെയും നല്ല രീതിയിൽ ദേ ചതച്ചെടുക്കാണ്. അപ്പോൾ കോവയ്ക്ക ഫുള്ള് എടുക്കണില്ല കേട്ടോ. കാരണം കുറേ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു നേരത്തേക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്, ഇത്രയും വേണ്ട. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്ത് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രീസറിൽ ഞാൻ ഇങ്ങനെ വെജിറ്റബിൾ എടുത്ത് വെക്കണത്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ എന്താവും എങ്ങനെയാവും എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. നിങ്ങളങ്ങനെ സൂക്ഷിക്കാറുണ്ടോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ ഇത് നാളെ എടുക്കില്ല, അല്ലെങ്കിൽ മറ്റൊന്ന് എടുത്തില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്കാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ചീത്തയായി പോകും, മീൻസ് പഴുത്ത് ആ ഒരു സ്റ്റൈലിലേക്ക് മാറുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ചെയ്യാറുണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം 2 ദിവസത്തിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ നോക്കാം. എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. പിന്നെ നിങ്ങളുടെ അറിവുകളൊക്കെ ഷെയർ ചെയ്തോളൂ. ഇങ്ങനത്തെ വെജിറ്റബിൾസ് എങ്ങനെയൊക്കെ സൂക്ഷിക്കാം. അതായത് നോർമലി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നാളെ കോവയ്ക്കാണെങ്കിൽ കേട്ടോ, കോവയ്ക്ക് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ പഴുക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങളുടെ അറിവുകളൊക്കെ ഷെയർ ചെയ്തോളൂ. പിന്നെ ഇത് ഞാൻ പകുതി അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഇത് കറി റെഡിയാക്കാനുള്ള നമ്മുടെ തോരൻ ഉപ്പേരി റെഡിയാക്കാനുള്ളതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ദേ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ദേ ഇനി കടുക് ആദ്യം പൊട്ടിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിനെയും ചെറിയുള്ളിനെയും കൂടിയും ഇട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇതിലില്ല, കാരണം നമ്മുടെ വാർക്കയുടെ മുകളിൽ കയറി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോണില്ല. നമ്മുടെ താഴത്ത് വേപ്പിൻ്റെ മരത്തിൻ്റെ താഴെ കുറേ ഉണ്ടായിരുന്നു, കുറേ കൊമ്പും ചില്ലയും അല്ലാണ്ട് കുറച്ച് തൈക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈസി ആയിട്ട് നമുക്ക് ഓടിപ്പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുകളിലാണ്. അപ്പോൾ ഇനി സണ്ണിചാനാണെങ്കിലും ബിസിയാണ്. സണ്ണിചാൻ അവിടെ ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വിചാരിച്ചു വേപ്പില വേണ്ടാന്ന് വിചാരിച്ച്. അങ്ങനെ ദേ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു. അത്യാവശ്യം നല്ലോണം ഒന്ന് മുരിഞ്ഞ് റെഡിയായി വന്നപ്പോൾ നമ്മുടെ കോവയ്ക്കാനും ഇട്ടു, തേങ്ങയും ഇപ്പം തന്നെ ഇട്ടു കേട്ടോ. ഇനി സിമ്മിൽ കിടന്ന് അത് ഇങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്കുപ്പേരി അങ്ങനെ ദേ റെഡിയാവും. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വെണ്ടക്കായേനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേങ്ങ ഒന്നും അരയ്ക്കാണ്ട് മോര് തൈര് ഒഴിച്ചിട്ട് മാത്രമുള്ള ഒരു മോരുകറി സ്റ്റൈൽ അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സണ്ണചാട്ടൻ ഇന്ന് രാവിലെ ബ്രെഡും ഒരു സാൻഡ്വിച്ച് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ഈ സവോളയുടെ ഇച്ചിരി എടുത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലെടുത്ത് ഇങ്ങനെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഒരു സവോളേനെ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും, പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വറ്റൽമുളകും 3-4 വറ്റൽമുളക് ഉണ്ടായിരുന്നുള്ളത് മേടിക്കണം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി മേടിക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇത്രയും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വേഗം വെണ്ടക്കായ മോരുകറി അങ്ങനെ ഉണ്ടാക്കാം. വെണ്ടക്കായേനെ ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കണത്. അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇനി വേഗം കുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ഗ്യാസ് ഓണാക്കി വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും ഉലുവയും ആദ്യം ഒന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ കോവയ്ക്കാനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഇങ്ങനെ കുക്കായി സെറ്റായിക്കോളും. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണചേട്ടൻ നമ്മുടെ പുല്ല് കട്ടിങ്ങും പിന്നെ അങ്ങനെ കുറച്ച് ബാക്കി കുറേ പണികൾ പെൻഡിങ് കിടന്നായിരുന്ന കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെ കുറേ പണികളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരും, വെള്ളമൊക്കെ കുടിക്കും, അങ്ങനെ പോവും. ഇപ്പോൾ ഡയറ്റും കൂടെ ആയതുകൊണ്ട് ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെന്താ വെളിച്ചെണ്ണ ക്ഷീണം മീൻസ് അങ്ങനത്തെ ഒരു വേറൊരു പ്രോബ്ലം ഒന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നല്ല വെയിലത്തും കൂടി പണിയുമ്പോൾ ഉള്ളൊരു ക്ഷീണം കാര്യങ്ങളും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം വെണ്ടക്കായനെ ഇങ്ങനെ വഴറ്റി മാറ്റാണ് കേട്ടോ. കടുകും ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ആദ്യം വെണ്ടക്കായനിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാണ്. കാരണം ഇനി വേറെ ഇതൊന്നും കുക്ക് ചെയ്യില്ല. അപ്പോൾ വെണ്ടക്കായനെ അങ്ങനെ അവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ അത് ഞാനതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അങ്ങനെ കലക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കായ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് പകർത്തി മാറ്റുകയാണ്. അതുകൊണ്ട് ഈ ചട്ടി തന്നെ നമ്മൾ കറി വേഗം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ഇനി ഫസ്റ്റ് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് വറ്റൽമുളക് ഇടാണ്. പിന്നെ വറ്റൽമുളക് ഇട്ടപ്പോൾ ചെറിയ രീതിയിലൊന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ചായിരുന്ന സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടു. ഇഞ്ചിയും കൂടി വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇട്ടില്ലായിരുന്നു. ആക്ച്വലി ഞാൻ മറന്നുപോയതാണ്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഇതിനെ ഒന്ന് വലിയ കാര്യമായിട്ട് വഴറ്റല്ല, ചെറിയ രീതിയിൽ അധികം ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി അങ്ങനെ എടുക്കാണ് കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കോവയ്ക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സിമ്പിളിട്ട കാരണം എനിക്കിത് അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു ഇതുമുണ്ട്. കാരണം എപ്പോഴും ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് മുമ്പ് എപ്പോഴും കുക്ക് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ പാത്രത്തിൽ കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇങ്ങനെ പണ്ടത്തെ പാത്രം അമ്മ ഉപയോഗിച്ചായിരുന്ന പാത്രം, അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടി പിടിക്കുമോ എന്നുള്ള ഉള്ളിലൊരു ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ അടിയൊന്നും പിടിക്കണില്ല. നല്ല സൂപ്പർ പാത്രമാണ് കേട്ടോ. യൂസ് ചെയ്ത് അതൊന്ന് സെറ്റായി വന്ന പാത്രമാണ്. പക്ഷെ എന്നാലും നോൺ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ സവോളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല, പൊടിച്ചത് ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ജീരകം ഇട്ടു. പിന്നെ എരിവിന് അധികം എരിവ് വേണ്ടല്ലോ, കാരണം പച്ചമുളകിന് ഓൾറെഡി എരിവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അധികം എരിവ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ ദേ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അല്ല, നോർമൽ മുളക് പൊടിയാണ്. ഞാൻ കടയിൽ പോയപ്പോൾ എടുത്തപ്പോൾ മാറിപ്പോയി. ശരിക്കും കാശ്മീരി ചില്ലി പൗഡറാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറ്. ഈ മുളക് പൊടി യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷേ എടുത്തപ്പോൾ അങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും ഇട്ടു. പിന്നെ ഇതിലേക്ക് കായം പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ കായം അത്യാവശ്യം നമ്മളൊരു രീതിയിൽ അങ്ങനെ നോക്കി അങ്ങനെ ഇട്ടു കായം പൊടി, അത്രേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് നമ്മുടെ വഴറ്റി വെച്ചായിരുന്ന വെണ്ടക്കായനെയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ നമ്മൾ സവോളയിലൊന്നും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി തൈരും കൂടിയൊക്കെ വരുമ്പോൾ ഉപ്പ് കുറവാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചായിരുന്ന തൈര് ഒഴിച്ച്, ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടക്കായ മോരുകറി അങ്ങനെ റെഡിയാവും. അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കത്തെ അങ്ങനത്തെ കറിവെപ്പ് പണികളെല്ലാം അങ്ങനെ അവസാനിക്കുകയാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്നാണ് കല്യാണം എന്ന്. സെപ്റ്റംബർ മാസമാണ് കേട്ടോ കല്യാണം. അപ്പോൾ അതിന് ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വരണ ദിവസങ്ങളിലായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് ഉള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ വീണ്ടും ഉപ്പിട്ടു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ കറി വെപ്പ് പരിപാടികൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചവിട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്നദ്ധം നമ്മുടെ പ്രഷർ വാഷർ കൊണ്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അഴുക്കൊക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ ചവിട്ടികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ പുല്ല് വെട്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ വൈറ്റ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്തോളൂ. ബൈ ബൈ.